അങ്ങനെ കൃഷ് താൻ ഒരു അനാഥ ബാലനാണെന്ന സത്യം അറിയാൻ പോവുകയാണ്. ഇന്നത്തെ എപ്പിസോഡിൽ തന്നെ കാണിക്കുന്ന കൺമണി താൻ വരച്ച പുതിയ ഡിസൈനുമായിട്ട് ഓഫീസിലേക്ക് എത്തിയിരിക്കുകയാണ്. തുടർന്ന് മഹിക്കും മാനസിക്കും താൻ വരച്ച ആ ഡിസൈൻ കാണിച്ചു കൊടുക്കുകയാണ്. എന്തിനാണ് അവിടെ വലിഞ്ഞു കയറി വന്നിരിക്കുന്ന മാനസിക ആ ഡിസൈൻ കാണിച്ചു കൊടുക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. തുടർന്ന് കൺമണി ആ ഡിസൈനിന്റെ അഭിപ്രായം ചോദിക്കുകയാണ്. എന്നാൽ ഈ സമയത്ത് മാനസിയാണ് തന്റെ അഭിപ്രായം പറയുന്നത്. മാനസ കൺമണിയെ വാഞ്ഞോളം പുകഴ്ത്തി കൺമണിയെ കയ്യിലെടുക്കാൻ ശ്രമിക്കുകയാണ്. കൺമണി സത്യത്തിൽ ജനിക്കേണ്ടത് ഇവിടെയൊന്നുമല്ല, വല്ല വിദേശ നാടുകളിലാണ് കൺമണി ജനിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ കൺമണി ഇപ്പോൾ ലോക പ്രശസ്തിയായ ഡിസൈനറായി മാറിയെന്നൊക്കെ പറഞ്ഞ് കുറെ വെള്ളം പൂശുകയാണ് മാനസ. എന്നാൽ ഇതെല്ലാം വെള്ളം തൊടാതെ വിശ്വസിച്ച് ഇങ്ങനെ സുഖിച്ചു നിൽക്കുകയാണ് കൺമണി. തുടർന്ന് മഹിയും പിന്നെ കൺമണിയുടെ ഇനി ഞാൻ എന്താ പറയാനാണ്, പറയാനുള്ളതൊക്കെ മാനസ മേഡം പറഞ്ഞില്ലേ, മാനസ മേഡം പറഞ്ഞത് തന്നെയാണ് ശരിയെന്ന് പറയുകയാണ് മഹി. മേഡത്തിനെ കാണുന്നതിന് വേണ്ടി ശ്രീ വെങ്കിടാചലം കമ്പനിയുടെ MD വന്നിരിക്കുകയാണ്. എന്നാൽ അത് കേട്ട് കൺമണി അല്ല, അയാൾ എന്തിനാണ് നമ്മളെ കാണാൻ ഇങ്ങോട്ട് വരുന്നത്, കടത്തിവിടാൻ പറയുകയാണ്. തുടർന്ന് ശ്രീദേവി അവിടെ നിന്ന് പോയ ശേഷം കൺമണി പിന്നെ മഹിയോട് അയാൾ എന്തിനായിരിക്കും വന്നിട്ടുണ്ടാവുക. എന്നാൽ അയാളുടെ വരവ് കണ്ട് മാനസിക കാര്യം മനസ്സിലായിരിക്കുകയാണ്. തുടർന്ന് മാനസ് ഒന്നും അറിയാത്ത പോലെ കൺമണിയോട് അതൊരു റുട്ടീനായിരിക്കും എന്ന് പറയുകയാണ്. വെറുതെ ഈ വഴി പോയപ്പോൾ കയറിയതായിരിക്കും എന്ന് പറയുകയാണ്. തുടർന്ന് ആ കമ്പനിയുടെ മുതലാളി അങ്ങോട്ടേക്ക് വരികയാണ്, MD അങ്ങോട്ടേക്ക് വരികയാണ്, സ്വയം പരിചയപ്പെടുത്തുകയാണ്. ഞാൻ സുന്ദരനായ സുന്ദരേശൻ, വെങ്കിടാചലം കമ്പനിയുടെ MD ആണെന്ന് പറയുകയാണ്. തുടർന്ന് കൺമണി പിന്നെ സുന്ദരേശനോട് എന്തിനാണ് വന്നതെന്ന് ചോദിക്കുകയാണ്, വെറുതെ വന്നതാണോ എന്ന് ചോദിക്കുകയാണ്. തുടർന്ന് സുന്ദരേശൻ പിന്നെ കൺമണിയോട് അലിഗയും ഞങ്ങളുടെ കമ്പനിയും തമ്മിൽ വലിയ കുറെ വർഷത്തെ പരിചയമാണ്, കുറെ വർഷത്തെ ബന്ധമാണുള്ളത്. എന്നിട്ട് എന്തുകൊണ്ടാണ് നിങ്ങൾ ഞങ്ങളുമായിട്ടുള്ള ടൈപ്പ് അവസാനിപ്പിച്ചതെന്ന് ചോദിക്കുകയാണ്. എന്നാൽ ആ ചോദ്യം കേട്ട് കൺമണി മഹിക്ക് ഞെട്ടി നിൽക്കുകയാണ്. തുടർന്ന് കൺമണി പിന്നെ സുന്ദരേശനോട് നിങ്ങൾ ഇത് എന്ത് തേങ്ങയാണ് പറയുന്നതെന്ന് ചോദിക്കുകയാണ്. നിങ്ങൾ പറയുന്നൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് പറയുകയാണ്. ആരാണ് നിങ്ങളോട് ഇതൊക്കെ പറഞ്ഞതെന്ന് ചോദിക്കുകയാണ്. നല്ല ബന്ധത്തിൽ പോകുന്ന നിങ്ങളുമായിട്ടുള്ള ടൈപ്പ് ഞങ്ങൾ എന്തിനാ അവസാനിപ്പിക്കണമെന്ന് തിരിച്ചു ചോദിക്കുകയാണ് കൺമണിയും മഹിയും. എന്നാൽ അത് കേട്ട് സുന്ദരേശൻ പിന്നെ എങ്ങനെ ആ മെയിൽ ഞങ്ങൾക്ക് വന്നു എന്ന് ചോദിക്കുകയാണ്. നിങ്ങളുടെ കമ്പനിയിൽ നിന്ന് ഞങ്ങൾക്കൊരു മെയിൽ ലഭിച്ചിരിക്കുകയാണ്, ഞങ്ങളുമായിട്ടുള്ള സകല ടൈപ്പും അവസാനിപ്പിച്ചതായുള്ള ഒരു മെയിലാണ് വന്നത്. അതറിഞ്ഞ ഉറക്കമില്ലാതെയാണ് ഞാൻ അത് അന്വേഷിക്കുന്നതിന് വേണ്ടി നേരിട്ട് ഇങ്ങോട്ട് വന്നതെന്നും കൂടി പറയുകയാണ്. എന്നാൽ അത് കേട്ട് കൺമണിക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. തുടർന്ന് കൺമണി പിന്നെ സുന്ദരേശനെ തണുപ്പിക്കുകയാണ്. അങ്ങനെയൊന്നുമില്ല, അതെന്തൊരു മിസ്റ്റേക്ക് ആണെന്ന് പറയുകയാണ്. ഞങ്ങൾ ഈ പ്രശ്നം ഇന്ന് തന്നെ സോൾവ് ചെയ്തോളാം, ധൈര്യമായിട്ട് സാർ പോയിക്കോളാൻ പറഞ്ഞ് സുന്ദരേശനെ അവിടുന്ന് പറഞ്ഞു വിടുകയാണ്. തുടർന്ന് കൺമണിക്കാരി മഹിയോട് ചോദിക്കുകയാണ്, എങ്ങനെയാണ് നമ്മുടെ കമ്പനിയിൽ നിന്ന് അങ്ങനെ ഒരു മെയിൽ പോയിരിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അയാൾ ഇവിടെ വന്ന് പറഞ്ഞ സ്ഥിതിക്ക് അതെന്തായാലും കള്ളമാകില്ല, ഒരു കാര്യം നമുക്ക് ക്രിഡ് സാറിനെ വിളിച്ച് ചോദിക്കാം. തുടർന്ന് കൺമണി കൃഷ്ണനെ വിളിക്കുകയാണ്. തുടർന്ന് കൺമണിയുടെ കോൾ കണ്ട് കൃഷ്ണ സന്തോഷമാവുകയാണ്. തുടർന്ന് കൺമണി ആദ്യം തന്നെ കൃഷ്ണനോട് സാറേ, ഞാൻ ഇപ്പോൾ വിളിച്ച് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയുന്നതിന് വേണ്ടിയാണ്, വലിയൊരു പ്രശ്നം ഉണ്ടായിരിക്കുകയാണ്, അതും പറഞ്ഞുകൊണ്ട് കൺമണി ഉണ്ടായ കാര്യം കൃഷ്ണനോട് പറയുകയാണ്. എന്നാൽ അത് കേട്ട് കൃഷ്ണ ഒന്ന് ഞെട്ടി നിൽക്കുകയാണ്. തുടർന്ന് കൃഷ്ണ പിന്നെ കൺമണിയോട് അതൊരിക്കലും സംഭവിക്കുകയില്ല, കമ്പനിയുടെ MD ഞാനാണല്ലോ, ഞാൻ അറിയാതെ എങ്ങനെയാണ് അങ്ങനെ ഒരു മെയിൽ പോകുന്നതെന്ന് ചോദിക്കുകയാണ്. തുടർന്ന് കൃഷ്ണ കൺമണിയോട് ആ മെയിൽ ശരിക്കും ചെക്ക് ചെയ്യാൻ ആവശ്യപ്പെടുകയാണ്. തുടർന്ന് കൺമണി വേഗം തന്നെ ലാപ്ടോപ്പ് തുറന്ന് മഹിയോട് ആ മെയിൽ ചെക്ക് ചെയ്യാൻ പറയുകയാണ്. തുടർന്ന് മഹി ആ ലാപ്ടോപ്പ് തുറന്ന് ആ മെയിൽ ചെക്ക് ചെയ്യുകയാണ്. മെയിൽ അയച്ചിട്ടുണ്ടോ എന്ന് ഉറപ്പ് വരുത്തുകയാണ്. തുടർന്ന് മഹി പിന്നെ കൺമണിയോട് മേഡം കൺമണി ശരിയാണ്, നമ്മുടെ കമ്പനിയിൽ നിന്ന് MDയുടെ ലാപ്ടോപ്പിൽ നിന്നാണ് ആ മെയിൽ അങ്ങോട്ട് അയച്ചിരിക്കുന്നതെന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ്. തുടർന്ന് കൺമണി ഈ കാര്യം കൃഷ്ണയെ വിളിച്ചറിയിക്കുകയാണ്. ബലരാമന്റെ ലാപ്ടോപ്പിൽ നിന്നാണ് ആ മെയിൽ പോയിരിക്കുന്നതെന്ന് കൃഷ്ണ അറിയിക്കുകയാണ്. എന്നാൽ അത് കേട്ട് കൃഷ്ണ നല്ല ദേഷ്യം വരികയാണ്. തുടർന്ന് മഹി പിന്നെ കൃഷ്ണയോട് ആ കാര്യങ്ങൾ കൂടുതൽ വിശദീകരിച്ചു കൊടുക്കുകയാണ്. തുടർന്ന് കൃഷ്ണ നല്ല ദേഷ്യത്തിൽ ബലരാമനെ നേരിടാൻ ഇറങ്ങുകയാണ്. എനിക്കിത് ഇപ്പോൾ തന്നെ ബലരാമനോട് നേരിട്ട് തന്നെ ചോദിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നല്ല ദേഷ്യത്തിൽ ഫോൺ വെച്ച് അവിടുന്ന് പോവുകയാണ്. എന്നാൽ അത് കണ്ട് കൺമണി ഒന്ന് പേടിക്കുകയാണ്. തുടർന്ന് കൺമണി പിന്നെ മഹിയോട് ഇനി വീട്ടിൽ വല്ല പ്രശ്നം ഉണ്ടാകുമോ എന്ന് ചോദിക്കുകയാണ്. ചേട്ടനും അനിയനും തമ്മിൽ വീട്ടിൽ ഇതിന്റെ പേരിൽ വഴക്കുണ്ടാകുമോ എന്ന് ചോദിക്കുകയാണ്. എന്നാൽ അത് കേട്ട് മഹി വീട്ടിൽ വേറെ ആൾക്കാരൊക്കെ ഉള്ളതല്ലേ, അങ്ങനെ വലിയ പ്രശ്നമൊന്നും ഉണ്ടാകില്ല എന്ന് പറയുകയാണ്. എന്നാൽ ഈ സമയത്ത് ചിരിച്ചിങ്ങനെ സന്തോഷിച്ച് നിൽക്കുകയാണ് മാനസ. തന്റെ പ്ലാൻ സക്സസ് എന്ന് ചിന്തിച്ചുകൊണ്ടാണ് മാനസ ഇരിക്കുന്നത്. തുടർന്ന് കൃഷി കാലിച്ചു തുള്ളിക്കൊണ്ട് താഴേക്ക് ഇറങ്ങി ചെല്ലുകയാണ്. എന്നാൽ ഈ സമയത്ത് സുജാതിയും ബലരാമന് താഴെ ആനയുടെയും ഉറുമ്പിന്റെയും കഥ പറഞ്ഞിങ്ങനെ രസിച്ചിരിക്കുകയാണ്. ഈ സമയത്താണ് നല്ല ഗൗരവത്തിൽ കൃഷി അങ്ങോട്ട് വരുന്നത്. തുടർന്ന് കൃഷി നല്ല ദേഷ്യത്തിൽ പിന്നെ ബലരാമനോട് ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നത് ചേട്ടനോട് ഗൗരവമായ ഒരു കാര്യം ചോദിക്കാൻ വേണ്ടിയാണ്. എന്നാൽ കൃഷ്ണന്റെ മറുപടി കണ്ട് സുജാതി ആ കിളിപോയി നിൽക്കുകയാണ്. ഇവരിതെന്താണ് പറ്റിയതെന്ന് ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുകയാണ്. തുടർന്ന് കൃഷി നല്ല ദേഷ്യത്തിൽ പിന്നെ ബലരാമനോട് ചേട്ടൻ എന്തിനാണ് വെങ്കിടാചലം ഗ്രൂപ്പുമായിട്ടുള്ള ടൈപ്പ് അവസാനിപ്പിച്ചത് എന്ന് ചോദിക്കുകയാണ്. എന്നാൽ അത് കേട്ട് ബലരാമൻ വാ പൊളിച്ച് നിൽക്കുകയാണ്. നീ ഇത് എന്ത് തേങ്ങയാണ് പറയുന്നത് എന്ന് ചോദിക്കുകയാണ്. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. തുടർന്ന് കൃഷി പിന്നെ ബലരാമനോട് വെറുതെ അനാവശ്യമായിട്ട് ദേഷ്യപ്പെടുകയാണ്. എനിക്കെല്ലാം മനസ്സിലായി, ചേട്ടനാണ് ആ മെയിൽ അയച്ചത്, ചേട്ടൻ എന്തിനു വേണ്ടിയാണ് അങ്ങനെ ഒരു മെയിൽ അയച്ചതെന്ന് ചോദിക്കുകയാണ്.
ഇതും പറഞ്ഞുകൊണ്ട് കൃഷ് ബലരാമന്റെ മെക്കെട്ട് കയറുകയാണ്, വെറുതെ അനാവശ്യമായിട്ട് ദേഷ്യപ്പെടുകയാണ്. എന്നാൽ അത് കണ്ട് സുജാതയ്ക്ക് നല്ല ദേഷ്യം വരികയാണ്. ഈ വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് സുജാത പിന്നെ കൃഷ്ണൻ നേരെ തിരിയുകയാണ്. എന്നാൽ ഈ സമയത്ത് കൃഷ് പിന്നെ അമ്മയ്ക്ക് നേരെ തിരിയുകയാണ്. അമ്മയാണ് ബലരാമനെ MD-യുടെ സ്ഥാനത്ത് കൊണ്ടിരുത്തിയിരിക്കുന്നത്. അത് കുറച്ച് നാളത്തേക്ക് മാത്രമാണ്. ഇപ്പോഴും അലിഗയുടെ MD ഞാൻ തന്നെയാണ്, അല്ലാതെ ബലരാമനല്ല എന്ന് തുറന്നടിച്ചു പറയുകയാണ് കൃഷ്. അതുകൊണ്ട് അലിഗയിൽ എന്ത് തീരുമാനം എടുക്കാനുണ്ടെങ്കിലും അത് ഞാൻ എടുക്കണം, അല്ലാതെ ബലരാമന് അത് എടുക്കാൻ സാധിക്കില്ല എന്ന് പറയുകയാണ്. ബലരാമനല്ല, ഞാൻ തന്നെയാണ് ഇപ്പോഴും MD എന്ന് തുറന്നടിച്ച് പറയുകയാണ് കൃഷ്. എന്നാൽ അത് കേട്ട് സുജാതയ്ക്ക് നല്ല ദേഷ്യം വരികയാണ്. എന്നാൽ ഈ സമയത്ത് അങ്ങോട്ടേക്ക് ആന്റി അമ്മ വരികയാണ്. എന്താണ് പ്രശ്നം, എന്താണ് സംഭവം എന്ന് ചോദിക്കുമ്പോൾ കൃഷ് വീണ്ടും പറയുകയാണ്, ചേട്ടന്റെ ലാപ്ടോപ്പിൽ നിന്ന് ആ കമ്പനിക്ക് ഒരു മെയിൽ പോയിരിക്കുകയാണ്, നമ്മളുമായിട്ടുള്ള ടൈപ്പ് അവസാനിപ്പിച്ചുകൊണ്ടുള്ള മെയിലാണ് പോയിരിക്കുന്നതെന്ന് പറയുകയാണ്. തുടർന്ന് കൃഷ് വീണ്ടും നല്ല ദേഷ്യത്തിൽ പിന്നെ ബലരാമനോട് ആരോട് ചോദിച്ചിട്ടാണ് അവരുടെ കോൺട്രാക്ട് ക്യാൻസൽ ചെയ്തതെന്ന് ചോദിക്കുകയാണ്. അതിനുശേഷം കൃഷ് പിന്നെ അമ്മയോട് ദേഷ്യപ്പെടുകയാണ്. അമ്മയാണ് എല്ലാത്തിനും കാരണം, അമ്മയാണ് ചേട്ടനെ താൽക്കാലിക MD സ്ഥാനം നൽകിയതെന്ന് പറഞ്ഞുകൊണ്ട് കൃഷ് പിന്നെ സുജാതയോട് ദേഷ്യപ്പെടുകയാണ്. എന്നാൽ അത് കേട്ട് സുജാതയ്ക്ക് നല്ല ദേഷ്യം വരികയാണ്. അതേടാ, ഞാൻ തന്നെയാണ് ബലരാമനെ MD-യുടെ സ്ഥാനം കൊടുത്ത്, നിനക്കിപ്പോൾ എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് ചോദിക്കുകയാണ്. തുറന്ന് കൃഷ് ഞാൻ ചേട്ടൻ ആ സ്ഥാനത്ത് നിന്ന് മാറ്റുമെന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് സുജാതയ്ക്ക് വീണ്ടും ദേഷ്യം വരികയാണ്. നീ ഒന്ന് ചെയ്ത് കാണിച്ചു തരാൻ ആവശ്യപ്പെടുകയാണ്. എന്നാൽ ഈ സമയത്ത് അങ്ങോട്ടേക്ക് കൃപ വരികയാണ്. അങ്ങനെ കൃഷും ബലരാമനും നല്ല വഴക്ക് നടക്കുകയാണ്. എന്നാൽ ഈ സമയത്ത് കൃഷ്ണനോട് പിന്നെ ബലരാമൻ അതാ കൃഷ്, എനിക്കിതിൽ യാതൊരു പങ്കുമില്ലാന്ന് വീണ്ടും വീണ്ടും പറയുകയാണ്. ഞാനല്ല അവർക്ക് മെയിൽ അയച്ചത്, എനിക്കിതിൽ യാതൊരു പങ്കുമില്ല എന്ന് പറയുകയാണ്. എന്നാൽ അത് കേട്ട് കൃഷിന് വീണ്ടും ദേഷ്യം വന്നിട്ട് എല്ലാം എനിക്ക് മനസ്സിലായി, ചേട്ടൻ ഇങ്ങൊന്നും പറയണ്ട, ചേട്ടൻ അല്ലെങ്കിൽ പിന്നെ എങ്ങനെ ചേട്ടന്റെ ലാപ്ടോപ്പിൽ നിന്നും മെയിൽ അയച്ചു എന്ന് ചോദിച്ചുകൊണ്ട് വീണ്ടും ദേഷ്യപ്പെടുകയാണ്. അതിന് ചേട്ടൻ മറുപടി തരാൻ ആവശ്യപ്പെടുകയാണ്. തുറന്ന ബലരാമൻ ഒന്നും തന്നെ മിണ്ടാതെ നിൽക്കുകയാണ്. തുറന്ന കൃഷി നല്ല ദേഷ്യത്തിൽ പിന്നെ ബലരാമനോട് വീടിനെ കുറിച്ചും അലിഗയുടെ പാരമ്പര്യത്തെ കുറിച്ചൊക്കെ ബലരാമനോട് ചോദിക്കുകയാണ്. ചേട്ടൻ ഇതിനെക്കുറിച്ച് വല്ലത് അറിയുമോ എന്ന് ചോദിക്കുകയാണ്. ചേട്ടൻ ഒരു ചുക്കും അറിയില്ല. എന്നാൽ ഈ സമയത്ത് ആന്റിയമ്മ പിന്നെ കൃഷ്ണനോട് നീ പറഞ്ഞത് ശരിയാണ്, ബലരാമന് ഇതൊന്നും അറിയില്ല, ബലരാമൻ ഇപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ, അവനൊരു ചെറിയൊരു അബദ്ധം പറ്റിയതാണ്, നീ ഒന്ന് ക്ഷമിക്കാൻ പറയുകയാണ്. എന്നാൽ അത് കേട്ട് കൃഷി നല്ല ദേഷ്യത്തിൽ പിന്നെ ആന്റിയമ്മയോട് ഞാൻ ഇത് ക്ഷമിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറയുകയാണ്. അലിഗ എന്ന് പറയുന്നത് എനിക്ക് എൻ്റെ ജീവനാണ്, അലിഗയെ ദ്രോഹിക്കുന്നവരെ എനിക്ക് എൻ്റെ ശത്രുവായിട്ട് തന്നെ കാണാൻ സാധിക്കൂ എന്ന് തുറന്നടിച്ച് തന്നെ പറയുകയാണ്. എന്നാൽ ഈ സമയത്ത് അങ്ങോട്ടേക്ക് കൃപ വന്നിട്ട് കൃഷ്ണ കൈ പിടിച്ച് കൃഷ്ണൻ അവിടുന്ന് പിടിച്ചു മാറ്റാൻ ശ്രമിക്കുകയാണ്. എന്നാൽ ഈ സമയത്ത് സുജാത നല്ല തെറ്റിൽ കൃപയോട് നീ എന്തിനാടി അവനെ പിടിച്ചു വെക്കുന്നത്, അവനെ വിടടി, അവൻ എന്താണ് ചെയ്യുന്നതെന്ന് എനിക്കൊന്ന് കാണണമെന്ന് നല്ല ദേഷ്യത്തിൽ പറയുകയാണ് സുജാത. എന്നാൽ അത് കേട്ട് കൃഷ്ണൻ നല്ല ദേഷ്യത്തിൽ പിന്നെ അമ്മയോട് എനിക്ക് മനസ്സിലായി, നിങ്ങളുടെ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറയുകയാണ്. തുടർന്ന് സുജാത നല്ല ദേഷ്യത്തിൽ പിന്നെ കൃഷ്ണനോട് എന്താണ് ഞങ്ങളുടെ ഉദ്ദേശം, നീ ഒന്ന് പറഞ്ഞതാ എന്ന് പറഞ്ഞുകൊണ്ട് കൃഷ്ണ വെല്ലുവിളിക്കുകയാണ്. അങ്ങനെ കൃഷ് കലിതുള്ളി നിൽക്കുകയാണ്. അതുപോലെ തന്നെ സുജാതയും കലിതുള്ളി നിൽക്കുകയാണ്. മിക്കവാറും സുജാത കൃഷ് അനാഥനാണെന്നുള്ള സത്യം തുറന്നടിച്ചു പറയും. ഇതും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്.